ഹായ് നമസ്കാരം. എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും എവിടെയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോർഡ് എക്സാമിനെ കുറിച്ചിട്ടാണ്. അത് സയൻസ് സ്റ്റുഡൻസിന് മാത്രമല്ല, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും നിലവാരം കൂട്ടിയുള്ള പരീക്ഷ എത്രത്തോളം ബാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സയൻസ് സ്റ്റുഡൻസിന് മാത്രം ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്ലസ് ടു പരീക്ഷ ഇവരെ പോലെ തന്നെ പാടായിരുന്നു നമ്മുടെ കൊമേഴ്സ് സ്റ്റുഡൻസിനും ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും. എനിക്ക് തോന്നുന്നു കൊമേഴ്സിൻ്റെ ബിസിനസ് സ്റ്റഡീസ് എന്ന പേപ്പർ വളരെ നല്ല ടഫായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്, കുട്ടികളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസുകാർക്കും നല്ല ടഫുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ ഈ ബയോളജിക്കാർക്ക് അല്ലെങ്കിൽ സയൻസുകാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഇതെന്ന് വെച്ചാൽ, അവർക്ക് അടുത്തൊരു കീം പോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് ഈ PCMൻ്റെ മാർക്ക് ആഡ് ചെയ്യുന്നതിനോടൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇത് മാത്രം കൂടുതൽ എടുത്ത് പറയുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ മറ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? മുൻവർഷ പരീക്ഷകളിൽ നിന്നും മോഡൽ പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായ ചോദ്യ ഘടനയാണ് പ്ലസ് ടു സയൻസ് പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കിയെന്ന് പരാതി. നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് പകരം ചിന്തിച്ചും വിലയിരുത്തിയും ഉത്തരം എഴുതേണ്ട പ്രായോഗിക ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയത്, അതായത് എൻട്രൻസ് ലെവലിലുള്ള ഒരു ചോദ്യങ്ങളാണ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പരീക്ഷകൾക്ക് നൽകിയത്. സിലബസിൽ നിന്നുള്ള നിലവാരമേറിയ ചോദ്യങ്ങളാണെങ്കിലും മോഡൽ പരീക്ഷയിൽ ഓണം, ക്രിസ്മസ് പരീക്ഷകളിലോ അത്തരമൊരു മാറ്റം വ്യക്തമാക്കാതെ വാർഷിക പരീക്ഷയിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവന്നതാണ് പരാതിക്കിടയാക്കിയത്. അത് സത്യമായൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ മുന്നിട്ട് എഴുതിയ ഒരു പരീക്ഷകൾക്ക് അതിനൊരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പബ്ലിക് എക്സാം എഴുതുമ്പോൾ വന്നിട്ട് ഭയങ്കരമായൊരു മാറ്റം കൊടുക്കുമ്പോൾ അതെന്തായാലും കുട്ടികളെ ബാധിക്കും. സാധാരണ കുട്ടികളെ മാത്രമല്ല, പഠിപ്പിച്ച അധ്യാപകർക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഇതിനെതിരെ ഗവൺമെൻറ് ഈ പരീക്ഷ റദ്ദാക്കുമെന്നോ ഒന്നും നമ്മൾ കരുതണ്ട. ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂഷൻ ലിബറലാക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് എത്രത്തോളം ലിബറലാക്കുമെന്ന് നമ്മൾ കണ്ടറിയണം. മുൻകാലഘട്ടങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം ടഫായിരുന്നു. അതിനെതിരെ ഒരുപാട് യൂട്യൂബേഴ്സായാലും സംഘടനകളായാലും പ്രതികരിച്ചിട്ടും നമ്മുടെ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഇത് പേടിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മൾ നിലവാരം കൂട്ടി ഒരു പരീക്ഷ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുള്ള സ്റ്റെപ്പായ മാറ്റങ്ങൾ കുട്ടികളിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. ദേശീയ തലത്തിലുള്ള NCERT പാഠപുസ്തകങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലത്തിലും ഉപയോഗിക്കുന്നത്. എന്നാൽ കേന്ദ്ര സിലബസുകളെ അപേക്ഷിച്ച് കേരള ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നിലവാരം കുറവാണെന്നും മാർക്ക് വാരിക്കോരി നൽകുകയെന്നുള്ള ആക്ഷേപമുണ്ട്. ഇതുമൂലം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായി യോഗ്യത പരീക്ഷയുടെ മാർക്ക് ഏകീകരിക്കുമ്പോൾ കേരള ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയവരുടെ മാർക്ക് ഗണ്യമായി വെട്ടിക്കുറയ്ക്കുകയും റാങ്ക് പട്ടിക കേരള സിലബസിൽ പിന്നിലാവുകയും ചെയ്യാറുണ്ട്. അതായത് നമുക്കറിയാം, കേരള സിലബസ് പഠിച്ച് എഴുതുന്ന ഒരു കുട്ടിയുടെ 35 മാർക്കോളമാണ് വെട്ടിക്കുറയ്ക്കുന്നത് കീം എൻട്രൻസ് എക്സാമിന്. അത് അവരുടെ ഒരുപാട് കുട്ടികൾക്ക് അത് എൻട്രൻസിൻ്റെ സീറ്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഇപ്പോൾ നമ്മൾ നടന്നു ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷ ഓൾറെഡി കഴിഞ്ഞു. അത് നല്ല ടഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലുള്ള മാർക്ക് ഏകദേശം എല്ലാ കുട്ടികൾക്കും ഫുൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രൻസിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ എല്ലാവരും ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറയുമെങ്കിലും കഴിഞ്ഞ വർഷം റിപ്പീറ്റിന് പോയ കുറേ കുട്ടികളുണ്ട്. അവരുടെ മാർക്ക് ഉയർന്നായിരിക്കും ലഭിക്കുന്നത്. ഈ വർഷം നമുക്ക് എഴുതുന്നവർക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാകും. അപ്പം കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടികളുടെ മാർക്കുകൾ നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ഈ വർഷം അവരുടെ റാങ്ക് ലിസ്റ്റിൽ താഴെ പോവുകയോ ഈ മാർക്കും കൂടി ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർക്കുള്ള ചാൻസ് നഷ്ടപ്പെടും. അപ്പോൾ അവർ വീണ്ടും ഒരു വർഷം കൂടി റിപ്പീറ്റിന് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കുഴപ്പങ്ങൾ കൂടി ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ സ്കൂൾ തല പരീക്ഷകൾ മുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ സജ്ജരാക്കിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഒരു പ്രത്യേകിച്ച് മോഡലിൽ പോലും ആ ഒരു പരിഗണന കുട്ടികൾക്ക് കൊടുത്തില്ല. കഴിഞ്ഞ വർഷം നമുക്കറിയാം, മോഡൽ എക്സാം ആയാലും എക്സാമിനൊക്കെ ഒരു മഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൊടുത്ത് പിള്ളേരെ ഞെട്ടിച്ച ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഈ വർഷം എന്തായാലും നിറത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലാണ് നന്നായിട്ട് മാറ്റം വന്നിട്ടുള്ളത്. അത് കുട്ടികളെ എത്രത്തോളം ബാധിച്ചു, പാരൻസിനെ ബാധിച്ചു, അവർക്കുള്ള ആശങ്കകൾ എല്ലാം നമ്മൾ നേരിട്ട് അറിയിക്കേണ്ടതാണ്. നമ്മൾ ഒരുപാട് പേര് വിദ്യാഭ്യാസ മന്ത്രിയുടെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് പറയുന്നുണ്ട്. അതിന് എത്രത്തോളം അവർ വാല്യൂ കൽപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കുട്ടികളെല്ലാം ഇനിയുള്ള എക്സാമിൽ നന്നായിട്ട് പഠിച്ചെഴുതാൻ നോക്കുക. മാത്സ് എന്താണെന്ന് അറിയാൻ കഴിയില്ല
ഏകദേശം ഈ ഒരു പാറ്റേണിലാണെങ്കിൽ ചിലപ്പോൾ മാത്സ് നല്ല ഈസി ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ടഫ് ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും വളരെ കുഴപ്പിച്ചു എന്നാണ് ഭൂരിപക്ഷം ഒരു 98% കുട്ടികളും പറയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ആവുന്നതുപോലെ എഴുതുക. നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും എക്സാം എഴുതിയിരിക്കുന്നത്, ഈ വർഷം എക്സാം എഴുതി ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ മാർക്കിൽ ഏറ്റക്കുറച്ചുകൾ എല്ലാവർക്കും ഉണ്ടാവും. അഡ്മിഷന് വേണ്ടി അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ബാധിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ഈ റിപ്പീറ്റേഴ്സ് കുറേ പേര് പോയിട്ടുണ്ട്, അവരെല്ലാം തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് പിന്നിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷയെങ്കിലും നിങ്ങൾ നന്നായി ഞാൻ പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ മാത്രം നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടി ചെയ്തിട്ട് വേണം, പഠിച്ചിട്ട് വേണം പോകാൻ എന്ന് കൂടി പറയുന്നു. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ നിങ്ങൾ പോകരുത്. കാരണം ഇവർ തന്നെ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയും അതൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവരും അത് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനൊക്കെ അവർ അതുകൊണ്ട് തന്നെയായിരിക്കും മാറ്റിയിട്ടുള്ളത്. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ ടൈം തൊട്ട് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ക്ലാസ് കണ്ടിട്ട് പോയി എഴുതുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു ഇതുവരെ ഉണ്ടായിരുന്നു. കാരണം അതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, കാരണം റിപ്പീറ്റായിട്ട് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് നിലവാരം കൂട്ടാൻ നല്ല കാര്യമാണ്, പക്ഷെ അത് കാലക്രമേണ മാറ്റേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾ നന്നായിട്ട് എഴുതൂ. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.